ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വിപ്ലവകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പ്രകൃതിയോട് 100% ചേർന്ന് നിൽക്കുന്ന ഒരു ആധുനിക കൃഷിരീതി. അതാണ് അക്വാപോണിക്സ്. സാധാരണ കൃഷിരീതികളിൽ നിന്നും മാറി തികച്ചും സുസ്ഥിരമായ ഒരു ആവാസവ്യവസ്ഥയാണത്. ഒരൽപ്പം പോലും മണ്ണില്ലാതെ പച്ചക്കറികളും ചെടികളും സമൃദ്ധമായി വളർത്തുന്നത് ഒന്നാലോചിച്ചു നോക്കൂ. കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിശയമായി തോന്നാമല്ലേ? എന്നാൽ അതാണ് അക്വാപോണിക്സിന്റെ ഏറ്റവും വലിയ മാന്ത്രികത. മണ്ണില്ലാതെ തന്നെ പ്രകൃതിദത്തമായ രീതിയിൽ മികച്ച വിളവെടുപ്പ് നടത്താൻ നമുക്ക് സാധിക്കും. അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തെ ഒരു ഹരിതസ്വർഗമാക്കി മാറ്റാൻ ഇതിലൂടെ കഴിയും. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. 1. എന്താണ് അക്വാപോണിക്സ്? 2. ഇതിന്റെ ചരിത്രവും ആധുനികതയും. 3. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? 4. ഇതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഒപ്പം 5. ലളിതമായ സിംഗിൾ പൈപ്പ് മോഡൽ. അപ്പോൾ ഒന്നാമത്തെ വിഷയം, എന്താണ് അക്വാപോണിക്സ്? പരസ്പര സഹകരണത്തിന്റെ ഒരു സുസ്ഥിര കൃഷിരീതി. എന്താണ് അക്വാപോണിക്സ് എന്ന് ലളിതമായി പറഞ്ഞാൽ, മത്സ്യകൃഷിയും അതായത് അക്വാകൾച്ചറും മണ്ണില്ലാതെയുള്ള സസ്യകൃഷിയായ ഹൈഡ്രോപോണിക്സും ഒന്നിപ്പിക്കുന്ന ഒരു കിടിലൻ സിസ്റ്റമാണിത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മത്സ്യങ്ങളുടെ വിസർജ്യം ചെടികൾക്ക് മികച്ച ജൈവവളമായി മാറുന്നു. പകരം സസ്യങ്ങൾ ആ വെള്ളത്തെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് വീണ്ടും മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമാക്കി മാറ്റുന്നു എന്നതാണ്. സംഗതി തികച്ചും പ്രകൃതിദത്തമാണ്. രണ്ടാമത്തെ വിഷയം, ചരിത്രവും ആധുനികതയും. അക്വാപോണിക്സിന്റെ വഴി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇതൊരു പുതിയ സംഭവമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. പുരാതന ആസ്റ്റിക് ജനതയുടെ ബുദ്ധിസാമർഥ്യം വളരെ വ്യക്തമായി കാണിക്കുന്ന ഒന്നാണിത്. തടാകങ്ങളിൽ നിർമ്മിച്ച ചിനാംപാസ് അഥവാ കൃത്രിമ ദ്വീപുകൾ അക്വാപോണിക്സിന്റെ ഏറ്റവും മികച്ച ആദ്യകാല രൂപങ്ങളിലൊന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മനുഷ്യർ പ്രകൃതിയുടെ ഈയൊരു സഹവർത്തിത്വം മനസ്സിലാക്കിയിരുന്നു എന്നത് ശരിക്കും അതിശയിപ്പിക്കുന്നില്ലേ? എന്നാൽ ഇന്ന് നാം കാണുന്ന ഈ ആധുനിക അക്വാപോണിക്സിന് പിന്നിൽ പ്രധാനമായും ഒരാളുടെ കഠിനാധ്വാനമുണ്ട്. ഡോക്ടർ ജെയിംസ് റക്കോസി. അദ്ദേഹത്തെയാണ് ആധുനിക അക്വാപോണിക്സിന്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പുരാതനമായ ആ അറിവുകളെ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്തത് അദ്ദേഹമാണ്. മൂന്നാമതായി, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഈ സുസ്ഥിരമായ ആവാസവ്യവസ്ഥ എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നോക്കാം. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്നാൽ, ഇത് പ്രകൃതിയുടെ വളരെ സമ്പൂർണമായൊരു ചക്രമാണ്. മത്സ്യങ്ങൾ, സസ്യങ്ങൾ, പിന്നെ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ, ഇവർ മൂവരും ചേർന്നുള്ള ഒരു ഗംഭീര കൂട്ടായ്മയാണിത്. പോഷകങ്ങൾ അടങ്ങിയ വെള്ളം ചെടികളിലേക്കും ശുദ്ധീകരിച്ച വെള്ളം യാതൊരു നഷ്ടവുമില്ലാതെ തിരികെ മത്സ്യങ്ങളിലേക്കും എത്തുന്നു. ഒരു പെർഫെക്റ്റ് സൈക്കിൾ. ഇതിന് സഹായിക്കുന്ന അദൃശ്യരായ ചില നായകന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ സിസ്റ്റത്തിലെ ശമ്പളമില്ലാത്ത തൊഴിലാളികൾ എന്നുതന്നെ ഇവരെ വിളിക്കാം. നൈട്രജൻ സൈക്കിൾ എന്ന പ്രക്രിയയിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്. ആദ്യം മത്സ്യങ്ങൾ അമോണിയ പുറന്തള്ളുന്നു. തുടർന്ന് നൈട്രോസോമോണാസ് ബാക്ടീരിയകൾ ഈ അമോണിയയെ നൈട്രേറ്റാക്കി മാറ്റുന്നു. അതിനുശേഷം നൈട്രോബാക്ടർ എന്ന ബാക്ടീരിയകൾ ഇതിനെ നൈട്രേറ്റാക്കി മാറ്റുന്നു. അവസാനമായി ഈ നൈട്രേറ്റുകളെയാണ് ചെടികൾ അവയുടെ വളർച്ചയ്ക്കായി വലിച്ചെടുക്കുന്നത്. എങ്ങനെയുണ്ട് ആ പ്രകൃതിയുടെ മാജിക്? നാലാമത്തെ വിഷയം, അടിസ്ഥാന ഘടകങ്ങൾ. ഈ സിസ്റ്റം എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ഒരു അക്വാപോണിക് സിസ്റ്റം വിജയിക്കണമെങ്കിൽ കൃത്യമായ pH ലെവൽ അത്യന്താപേക്ഷിതമാണ്. ഇവിടെ മത്സ്യങ്ങൾക്കും സസ്യങ്ങൾക്കും ബാക്ടീരിയകൾക്കും വ്യത്യസ്തമായ pH ആണെങ്കിലും ഇവർ മൂവരും ഒരേപോലെ സംതൃപ്തരാവുന്ന ഒരു സ്വീറ്റ് സ്പോട്ടുണ്ട്. അത് 6.8നും 7.2നും ഇടയിലുള്ള pH ആണ്. ഈ ഒരു കൃത്യമായ ബാലൻസ് നിലനിർത്തിയാൽ മാത്രമേ നമ്മുടെ സിസ്റ്റം വിജയകരമായി മുന്നോട്ടു പോകൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ആൽക്കലിനിറ്റി. വെള്ളത്തിന്റെ pH സ്ഥിരത നിലനിർത്താനും ഈ പറഞ്ഞ ജൈവ നൈട്രജൻ സൈക്കിൾ സുഗമമായി നടക്കാനും ആൽക്കലിനിറ്റി 80നും 120 ppmനും ഇടയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ഇനി ഇതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ ചെലവുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതിനാവശ്യം. മത്സ്യങ്ങളെ വളർത്താൻ ഒരു ഫിഷ് ടാങ്ക്, ചെടികൾ വയ്ക്കാൻ ഒരു ഗ്രോ ബെഡ്, വെള്ളം പമ്പ് ചെയ്യാൻ ഒരു സബ്മേഴ്സിബിൾ പമ്പ്, കോൺക്രീറ്റ് മെറ്റൽ, വെള്ളം കൊണ്ടുപോകാൻ PVC പൈപ്പുകൾ, പമ്പ് നിയന്ത്രിക്കാൻ ഒരു ടൈമർ സ്വിച്ച്. ഇത്രയുള്ളൂ. എല്ലാം വളരെ എളുപ്പത്തിൽ കിട്ടുന്നവയാണ്. അതുപോലെ വെള്ളത്തിന്റെ അളവും ഗ്രോ ബെഡിന്റെ വലിപ്പവും തമ്മിലുള്ള അനുപാതവും വളരെ പ്രധാനമാണ്. സുരക്ഷിതമായ ഒരു അനുപാതം എന്നത് 2:1 വരെയാണ്. അതായത് ഗ്രോ ബെഡ് ഫിഷ് ടാങ്കിനേക്കാൾ ഇരട്ടി വലിപ്പം വരെ ആകാം എന്ന് ചുരുക്കം. കൃത്യമായി പറഞ്ഞാൽ 10 കിലോ മത്സ്യം വളർത്താൻ 1 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ബെഡാണ് ആവശ്യമുള്ളത്. ഇത് വെള്ളം കൃത്യമായി ഫിൽട്ടർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. അഞ്ചാമത്തെ വിഷയം, സിംഗിൾ പൈപ്പ് മോഡൽ. ഇതൊരു ലളിതമായ നൂതന മാതൃകയാണ്. അബ്ദുൾ റഷീദ് വികസിപ്പിച്ചെടുത്ത വളരെ ലളിതമായ സിംഗിൾ പൈപ്പ് അക്വാപോണിക് സിസ്റ്റമാണിത്.
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ സുസ്ഥിര കൃഷി ചെയ്യാമെന്ന് ഈ മാതൃക നമുക്ക് കാണിച്ചു തരുന്നു. ശരിക്കും പ്രാദേശികമായൊരു മികച്ച കണ്ടുപിടുത്തം. ഈ സിസ്റ്റം നമ്മുടെ വീടുകളിലേക്ക് എങ്ങനെ മാറുന്നു എന്ന് നോക്കൂ. വലിയ ഫാമുകളിലോ വ്യാവസായിക അടിസ്ഥാനത്തിലോ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം വീടിന്റെ മുറ്റത്തുപോലും എത്ര മനോഹരമായി ഈ സിസ്റ്റം ഒരുക്കാമെന്ന് ഇത് തെളിയിക്കുന്നു. വീടിന് ഭംഗി കൂട്ടുന്നതോടൊപ്പം തന്നെ വിഷരഹിതമായ പച്ചക്കറികളും മീനും ഈ ലളിതമായ സംവിധാനത്തിലൂടെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ സിസ്റ്റം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു പ്രധാന എഞ്ചിനീയറിംഗ് നിയമമുണ്ട്. ടാങ്കിലെ മുഴുവൻ വെള്ളവും 1.5 മണിക്കൂറിനുള്ളിൽ പമ്പ് ചെയ്തിരിക്കണം. അതായത് നിങ്ങളുടെ ഫിഷ് ടാങ്കിൽ 2000 ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ മണിക്കൂറിൽ ചുരുങ്ങിയത് 2800 ലിറ്ററെങ്കിലും പമ്പ് ചെയ്യാൻ ശേഷിയുള്ള ഒരു മോട്ടോർ നിങ്ങൾ ഉപയോഗിക്കണം. ഈ കൃത്യതയാണ് സിസ്റ്റത്തെ എപ്പോഴും ഫ്രഷായി നിർത്തുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താലുള്ള ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ഊഹിക്കാമോ? 90%. അതെ, സാധാരണ മണ്ണിൽ ചെയ്യുന്ന കൃഷിയേക്കാൾ 90% വരെ കുറവ് വെള്ളം മാത്രമേ ഇതിനാവശ്യമുള്ളൂ. തന്നെയുമല്ല, ഒരിറ്റുപോലും രാസവളവും ഇതിൽ ഉപയോഗിക്കുന്നില്ല. കുടിവെള്ളം പോലും കുറഞ്ഞു വരുന്ന ഇന്നത്തെ കാലത്ത് ഇതിലും മികച്ചൊരു പരിഹാരം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. തീർച്ചയായും. അപ്പോൾ നമ്മളിന്ന് കണ്ട കാര്യങ്ങൾ വെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പ്രകൃതിദത്തവും മണ്ണില്ലാത്തതുമായ സുസ്ഥിര കൃഷിരീതി നിങ്ങളുടെ സ്വന്തം വീട്ടുമുറ്റത്ത് എങ്ങനെ പ്രാവർത്തികമാക്കാം? ഇന്നത്തെ കാലത്ത് പ്രകൃതിയെ ഒട്ടും ചൂഷണം ചെയ്യാതെ നമുക്ക് ആവശ്യമായ ഭക്ഷണം സ്വയം ഉൽപ്പാദിപ്പിക്കാൻ ഇതിലും മികച്ചൊരു മാർഗമുണ്ടോ? ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സ്വന്തം ഹരിതവിപ്ലവം ഇന്ന് തന്നെ തുടങ്ങാം.